ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. കുറേ പേരെന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ ഇടാത്തത് എന്നൊക്കെ. അപ്പം ഇതാണ് കേട്ടോ, ഇതാണ് ഞാനിപ്പോൾ വീഡിയോ ഇടാത്തതിൻ്റെ ഒരു ചെറിയ കാരണം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ദിവസം ഇപ്പം തുടങ്ങുന്നത് ഇവനിൽ നിന്നാണ് കേട്ടോ. അപ്പം രാവിലെ നമ്മൾ ബെഡൊക്കെ ഒന്ന് റെഡിയാക്കി ഇവനെ ഒന്ന് കുളിപ്പിച്ച് ഒക്കെ ഒന്ന് റെഡിയാക്കി കിടത്തിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ എൻ്റെ വീഡിയോയിൽ കുറേ പേര് ചോദിച്ചിരുന്നു, ഞാനൊരു ഷോപ്പിംഗ് വ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തുള്ള പ്രോഡക്ട്സിനെ കുറിച്ച് കൂടുതലൊന്നും ഞാൻ കാണിച്ചിരുന്നില്ല. എല്ലാവരും ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിരുന്നില്ല കൂടുതൽ. അപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി എന്നോട് ചോദിച്ചിരുന്നു, ഫീഡിങ് പില്ലോ യൂസ്ഫുള്ളാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് എനിക്ക് തുടക്ക സമയത്ത് അത്ര യൂസ്ഫുള്ളാണെന്ന് തോന്നിയില്ല, പക്ഷേ പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളാണെന്ന് തോന്നി കേട്ടോ. നമ്മുടെ ബാക്കിന് നല്ല സപ്പോർട്ടും അതുപോലെ തന്നെ നല്ലൊരു കുഞ്ഞിന് പൊസിഷണലായിട്ട് ഫീഡ് ചെയ്യാനും ഒക്കെ നല്ലൊരു പ്രോഡക്റ്റാണ് കേട്ടോ. അപ്പം മേടിക്കുന്നവർ ഇത് വേണ്ടെന്ന് വെക്കണ്ട, പിന്നീട് ഇത് യൂസ്ഫുള്ളാകും കേട്ടോ. പിന്നെ അവനോടിങ്ങനെ ചെറുതായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കിടക്കുക. കുറേ നേരമൊന്നും അവനിങ്ങനെ ഉണർന്നിരിക്കില്ല. രാവിലെ വൈകിട്ടാണ് അവന് ഏറ്റവും കൂടുതൽ ഉണർന്നിരിക്കുന്ന സമയം. അതെല്ലാ കുട്ടികളും അങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ധാരണ. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഊഞ്ഞാൽ കേട്ടോ. നമുക്ക് ഊഞ്ഞാൽ കെട്ടാൻ സൗകര്യമില്ല എങ്കിൽ നമുക്ക് ഈ ജനലിൽ ഇങ്ങനെ കൊളുത്തിയിടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഊഞ്ഞാലാണിത്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ പേരെന്ന് പറയുന്നത് രാരീരം തൊട്ടിൽ നിന്നാണ് കേട്ടോ. ഇതറിയാവുന്നവരുണ്ടായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടി എന്ന് ഞാൻ പറഞ്ഞു തരാണ് കേട്ടോ. അപ്പം ഇവനെ ചില സമയത്തൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഈ ഒരു ഊഞ്ഞാലിൽ ഇട്ട് ഓർക്കാറുണ്ട് കേട്ടോ. അപ്പം രാവിലത്തെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ പരിപാടികളാണിത്. ഇതൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. ഇതിനകത്ത് ഞാൻ പല വീഡിയോസും എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ. എഡിറ്റ് ചെയ്തിടണമെന്ന് പറഞ്ഞ് ഒന്നിനും ടൈമില്ലാത്തത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇടാത്തത്. ഇത് ഞാനല്ല, എൻ്റെ ബ്രദർ ഇതുപോലെ റാന്നി വരെ ഒന്ന് പോയതാണ്. ഞാൻ ഇതുവരെയും എൻ്റെ നാട്ടിലുള്ള സ്ഥലങ്ങൾ കാണിച്ചിട്ടില്ല. അപ്പം ഇത് നമ്മുടെ റാന്നിയാണ് കേട്ടോ. റാന്നിയിലെ ഗ്രാൻഡ് ബേക്കറി, അതുപോലെ തന്നെ നമ്മുടെ കൊച്ചി മാത്രമല്ല, കൊച്ചിയിലും കോട്ടയത്തും ഒക്കെ ചങ്ങനാശ്ശേരിയിലൊക്കെ ഉണ്ടായിരിക്കും ട്രെൻഡ്സ്. നമ്മുടെ ഇവിടെ റാന്നിയിലും ഉണ്ട് കേട്ടോ ഒരു ട്രെൻഡ്സ്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ റാന്നിയിലെ കാണിക്കാൻ വേണ്ടി ഞാൻ അവനോട് വീഡിയോ എടുത്തുകൊണ്ട് വരണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പം അതാണിത്. ഇത് നമ്മുടെ അക്കര ആശുപത്രിയാണ്. ഇത് ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല അവന്, എന്നാലും കുറച്ചൊക്കെ അവന് എടുത്തിട്ടുണ്ട് കേട്ടോ. അക്കര ആശുപത്രി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് കേട്ടോ. പിന്നെ ഇതിലെ ഗ്രാൻഡ് ബേക്കറി നമ്മുടെ റാന്നിയിലുള്ള എല്ലാവർക്കും അറിയാമായിരിക്കും കേട്ടോ. ഞാൻ എന്തായാലും ഇനി റാന്നിയിലെ ഒരു ഫുൾ വീഡിയോ ഞാൻ എന്തായാലും ഇടാം കേട്ടോ. സ്ഥലങ്ങൾ കാണിച്ചുള്ള വേറെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. പിന്നെ എൻ്റെ കമൻറ്റിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് കേട്ടോ. കുഞ്ഞിന് ഏത് ബേബി പ്രോഡക്ട്സുകളാണ് യൂസ് ചെയ്യുന്നത്, ഏത് ബ്രാൻഡിൻ്റെയാണെന്നൊക്കെ. ഞാൻ ഹിമാലയയുടെയാണ് യൂസ് ചെയ്യുന്നത്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് സെബാമെഡിൻ്റെ പ്രോഡക്റ്റ്സ്, അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസ് ചെയ്യുന്നത്, എനിക്കറിയില്ല. ആ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഹിമാലയയുടെ പ്രോഡക്റ്റ്സുകളാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്നതും കുഞ്ഞിന് യൂസ് ചെയ്യുന്നതും ഇത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഒത്തിരി വലിയ വ്ളോഗൊന്നുമല്ല കേട്ടോ. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.